കൗൺസിലറുടെ ഇടപെടൽ വലിയ ദുരന്തത്തിൽ നിന്നും കുടുംബത്തെ രക്ഷിച്ചു. പൊന്നാനി 49 വാർഡിൽ വീടിന് മുകളിലേക്ക് വീഴാനായി നിന്നിരുന്ന മരം കൗൺസിലറുടെ ഇടപെടലിൽ മുറിച്ചുമാറ്റി. പൊന്നാനി നഗരസഭ 49 വാർഡിൽ അരയച്ചൻ്റകത്ത് ഹനീഫ എന്നിവരുടെ വീടിന് മുകളിലേക്ക് എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാനായി നിൽക്കുന്നതും മറ്റു വീടുകളിലേക്ക് വലിയ അപകട ഭീഷണിയായി നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള വലിയ ആൽമരം മുറിച്ചു മാറ്റുന്നതിന് പലരുമായി ബന്ധപ്പെട്ടുവെങ്കിലും യാതൊരു പരിഹാരവും ഉണ്ടായില്ല. ശക്തമായ കാറ്റിലും മഴയിലും മരത്തിന്റെ ചില്ലകൾ ഓരോന്നും പൊട്ടിവീഴുന്ന സാഹചര്യം ഉണ്ടായതിനാൽ ചെറിയ കുട്ടികളടങ്ങുന്ന കുടുംബം വലിയ ഭീതിയിലാണ് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത്. വീട് തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വാർഡ് കൗൺസിലർ അജിന ജബ്ബാറിനെ വിവരങ്ങൾ അറിയിക്കുകയായിരുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ തർക്കം നിലനിൽക്കുന്നതിനാൽ വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തിയ മരം മുറിച്ചു മാറ്റാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇരു കൂട്ടരുമായി ചർച്ച നടത്തുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഉടമയായ സിദ്ദീഖ് മരം മുറിച്ചു മാറ്റുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് മരം മുറിച്ചു മാറ്റുകയും ചെയ്തു. നമ്മളെ വീടാണിത്. ഒരു 6 മാസം മുമ്പ് ഇങ്ങനെ ഇതിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയുമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നീട്ടിക്കൊണ്ടു പോവാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ഇതിന് മുകളിലെ കൊമ്പ് മുറിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടാണായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിന് മുകളിലേക്ക് പോകാതെ കഴിച്ചിലായി. ഈ വീഴാനുള്ളത് നമ്മൾ വീട്ടിന് മുകളിലേക്ക് വീഴുന്നതിനാൽ വീട് നന്നായിട്ട് ചോറാവും. ഒരുപാട് പഴക്കമുള്ള വീടുമാണ്. അത് മാത്രമല്ല ഇന്നിപ്പം ഈ വാർഡ് കൗൺസിലർ തന്നെ കണ്ടുപിടിച്ചിട്ട് മൂപ്പരെ സംസാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ JCB വന്ന്. വിഷയത്തിൽ വാർഡ് കൗൺസിലർ അജിന ജബ്ബാർ കൃത്യമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് കുടുംബത്തെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിക്കുകയും കുടുംബത്തിന് വലിയ ആശ്വാസമാവുകയും ചെയ്തു. PGTV ന്യൂസ് പൊന്നാനി. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടയ്ക്കൽ.